നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. നമുക്ക് കറിവേപ്പില എങ്ങനെ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ കറിവേപ്പില നന്നായി കഴുകിയെടുക്കാം. കഴുകുമ്പോൾ ഇത് തണ്ടോടുകൂടി തന്നെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം പേപ്പറോ തുണിയോ വല്ലതും വിരിച്ച് ഫാനിന്റെ അടിയിലിട്ട് വേണം ഉണക്കാൻ. ഇതിൽ വെള്ളമയമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയാൽ മതി, ഉണങ്ങിപ്പോകരുത്. കറിവേപ്പില തണ്ടിൽ നിന്ന് ഉതിർത്തെടുത്തിട്ട് കഴുകുവാണ്. ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് ആ നനവ് കാരണം കറിവേപ്പില ഇരുന്ന് കേടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തണ്ടോടുകൂടി കഴുകാം. ഈ കറിവേപ്പില കഴുകി വെച്ചിട്ട് ഇതിലെ വെള്ളമയമൊക്കെ തോർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് തണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതായതുകൊണ്ട് കഴുകി ഉണക്കിയ കുപ്പിയോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ ആയിരിക്കണം ഇതിനായിട്ട് എടുക്കാൻ. കറിവേപ്പില തണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സമയം ഒത്തിരി തളിരായിട്ടുള്ള ഇലയുണ്ടെങ്കിൽ അത് ഇതിലിടാതെ മാറ്റിവെക്കണം. കുറെ ദിവസത്തിന് സൂക്ഷിക്കുന്നതായതുകൊണ്ട് തളിരില പെട്ടെന്ന് കേടാകും. കറിവേപ്പിലയെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ ഇതിലേതെങ്കിലും ഇതിന് മുകളിൽ ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈർപ്പം കെട്ടി നിന്ന് ഇത് കേടാകാതിരുന്നോളൂ. ഡെയിലി യൂസിനുള്ള കറിവേപ്പില വേറൊരു ചെറിയ ബോട്ടിലോട്ട് എടുത്ത് മാറ്റിവെക്കാം. എപ്പോഴും തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കറിവേപ്പിലയുടെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഡെയിലി യൂസിന് വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യം എടുത്തതിന് ശേഷം ടിഷ്യൂ ഇതിൻ്റെ മുകളിലിടാനും മറക്കണ്ട. ഇടയ്ക്ക് ഫ്രിഡ്ജിലെ കറണ്ടൊക്കെ പോകുന്ന സമയം ഇതിലുണ്ടാകുന്ന ഈർപ്പമയമൊക്കെ ഈ ടിഷ്യൂ വലിച്ചെടുത്തോളും. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൻ്റെ തട്ടിലാണ് വെക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കറിവേപ്പില മാസങ്ങളോളം കേടുകൂടാതിരുന്നോളും. ആവശ്യത്തിന് എടുത്തിട്ട് അധിക നേരം പുറത്ത് വെക്കാതെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.